തീവ്രത കുറഞ്ഞെങ്കിലും ആൽഫ്രഡ് ചുഴലിക്കാറ്റ് വരുത്തിയ ആഘാതം ഓസ്ട്രേലിയയെ വിട്ടൊഴിയുന്നില്ല. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് ചുഴലിക്കാറ്റിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. ശക്തമായ ആൽഫ്രഡ് ചുഴലിക്കാറ്റിന് പിന്നാലെ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വലഞ്ഞ് ഓസ്ട്രേലിയ. കരയിലേക്ക് അടുത്തപ്പോൾ ശക്തി കുറഞ്ഞെങ്കിലും ചുഴലിക്കാറ്റിന് പിന്നാലെ ഓസ്ട്രേലിയയിൽ വലിയ രീതിയിൽ വൈദ്യുതി മുടങ്ങി. നിലവിൽ 3 ലക്ഷത്തോളം കെട്ടിടങ്ങളിലാണ് വൈദ്യുതി നിലച്ചിരിക്കുന്നത്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ ആൽഫ്രഡ് ക്വീൻസ്ലാൻഡ് സംസ്ഥാനത്തിലേക്ക് വലിയ രീതിയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും നാശനഷ്ടവുമാണ് വിതച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ചുഴലിക്കാറ്റ് ക്വീൻസ്ലാൻഡ് തീരത്തേക്ക് എത്തിയത്. പിന്നീട് കാറ്റ് ശക്തി പ്രാപിക്കുകയും ശോഷിക്കുകയും ചെയ്ത് 16 ദിവസത്തെ മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ് ആൽഫ്രഡ് കരതൊട്ടത്. ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. കനത്ത മഴ, ശക്തമായ കാറ്റ് എന്നിവ മൂലം ക്വീൻസ്ലാൻഡിലും ന്യൂ സൗത്ത് വെയിൽസിലും വൈദ്യുതി മുടങ്ങി. വെള്ളപ്പൊക്ക സാധ്യതയും ശക്തമാണ്. കൂടാതെ ന്യൂ സൗത്ത് വെയിൽസിൽ 11 സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. നേരത്തെ കാറ്റഗറി 2 ചുഴലിക്കാറ്റ് മോറിട്ടൺ ദ്വീപിൽ കരകയറിയതോടെ കാറ്റഗറി 1 മാറുകയായിരുന്നു. ഞായറാഴ്ച ബ്രിസ്ബെയിനിനടുത്തെത്തിയപ്പോൾ തീവ്രത കുറഞ്ഞു. തെക്ക് കിഴക്കൻ ക്വീൻസ്ലാൻഡിലും ന്യൂ സൗത്ത് വെയിൽസിലും 3,16,540 പേർക്ക് വൈദ്യുതി ഇല്ല എന്ന് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കനത്ത മഴ, നാശനഷ്ടമുണ്ടാക്കുന്ന കാറ്റ്, തീരദേശ തിരമാലകളുടെ ആഘാതം എന്നിവ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ഓസ്ട്രേലിയൻ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിലാണ് ആൽഫ്രഡ് കരതൊട്ടത്.